ജീവിത നൃത്തത്തിന് മറ്റൊരു ശൈലി കൂടിയുണ്ട്. ഇതിൽ ഇതേ താളങ്ങൾ കുറച്ചുകൂടി പതിഞ്ഞ കാലത്തിൽ കൊട്ടും. ഗാംഭീര്യത്തിൻ്റെയും ഭക്തിയുടെയും ചടുല വേഗങ്ങൾ ഇവിടെ ശാന്ത ലാസ്യഭാവങ്ങളുടെ ആർദ്രഭക്തിക്ക് വഴിമാറുന്നു. മാവേലിക്കരയ്ക്ക് വടക്കും കായംകുളത്തിന് കിഴക്കുമുള്ള ചില ക്ഷേത്രങ്ങളിലാണ് ഈ ശൈലി. ഇത് ഒരു അരമണിക്കൂറെങ്കിലും ഏകതാളം കിടക്കും. ഇത് ഉരുട്ടിയണ്ടക്കാരങ്ങനെ കുറേ കാര്യമായ രീതിയിൽ ഒരാൾ കൂട്ടി അതിനെ ആർദ്ദനം പോലെ കൂട്ടി തീരുമാനം വെച്ച് അടുത്ത ആളിന് കൂട്ടി മൂന്നാല് എണ്ടക്കാരാണ്. ഇടി വരുമ്പോൾ അങ്ങ് മുറുകും. അപ്പോൾ ഇത് കുടയഞ്ഞിനെ അങ്ങോട്ട് പമ്പര പോലെ പറഞ്ഞു. അപ്പോൾ ഇത് ലക്ഷ്മി താളം മാത്രം കൂട്ടി കലാശിക്കുമ്പോഴും ഇത് തന്നെ. അവിടെ ഇപ്പോൾ നമ്മൾ മുമ്പേ ചമ്പ പറഞ്ഞത് ചമ്പ മാത്രമേ കൊട്ടാവും. ലക്ഷ്മി താളം എടുത്തേച്ചേ അല്ല കൂട്ടുന്നത്. അടന്ത കൂട്ടി അടന്ത മാത്രം. അത് നല്ല മേളമാണ്. അത് കുടക്കാർക്ക് ആ ഭയങ്കര ജോലിയെ ആ കുടയെന്ന് പറയുന്നത് അനുസരിച്ച് നമ്മുടെ ആ കൊട്ട് ആ ഉരുട്ടേൻ്റെയും ബീക്കേണ്ടയായിട്ടുള്ള കൊട്ടും അത്ര കേമമാണ്. നമ്പൂതിരിമാരാണ് ജീവതകൾ തോളിലേറ്റുന്നത്. പ്രത്യേക തരത്തിൽ തറ്റുടുത്ത് ഇടമുറുക്കി തലേക്കെട്ട് കെട്ടി വേണം എഴുന്നള്ളിക്കാൻ. പരമ്പരാഗതമായി മേളം മാരാർ സമുദായക്കാരും വിളക്കെടുപ്പ് ഉണ്ണിമാരുമൊക്കെയാണ് ചെയ്തു പോരുന്നത്. മെഴുവട്ടക്കുട എന്ന പേരുള്ള തട്ടുകുടയുടെയും ജീവതയുടെയും ചിത്രപ്പണികൾ ചെയ്തു പോകുന്നത് പാണന്മാരും. മെഴുവട്ടക്കുട നിവർത്തുന്ന രീതിക്കുമുണ്ട് പ്രത്യേകത. ഇങ്ങനെ ഒട്ടേറെ സവിശേഷതകളുള്ള ഈ കലാരൂപത്തിന് അടുത്ത കാലത്തുണ്ടായ ഉണർവാണ് ക്ഷേത്രഘോഷയാത്രകളിൽ ഇവയെ അണിനിരത്തി തുടങ്ങിയത്. പഴയ കെട്ടുകാഴ്ചകളെ പിന്തള്ളി ഇത് അതിവേഗം ജനപ്രിയമാവുകയും ചെയ്തു. ഇത് ജീവതയുള്ള ക്ഷേത്രങ്ങൾക്ക് വരുമാനമാർഗമായതോടെ പല ക്ഷേത്രങ്ങളും ഇപ്പോൾ ജീവത നിർമ്മിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു വശത്ത് ഈ ഉണർവുള്ളപ്പോൾ തന്നെ ഈ കലാരൂപം വിരലിലെണ്ണാവുന്ന ഗ്രാമങ്ങളുടെ മാത്രം സ്വന്തമാണെന്നത് ചില ആശങ്കകളും ഉണർത്തുന്നു. വയലുകൾ വൻതോതിൽ നികത്തപ്പെട്ടതോടെ വിളവെടുപ്പുമായുണ്ടായിരുന്ന ബന്ധം പറയെടുപ്പിന് നഷ്ടമാവുകയാണ്. കുലത്തൊഴിൽ എന്ന സമ്പ്രദായം കാലഹരണപ്പെട്ടതോടെ ഈ രംഗത്തെ കലാകാരർ കൂടുതൽ വരുമാനമുള്ള മറ്റു തൊഴിൽ മേഖലകളിലേക്ക് പോയി. ഇതൊക്കെ കൊണ്ട് പറയെഴുന്നള്ളത്തിൻ്റെ ആരവാരങ്ങളും കലാമേന്മയും കുറയുകയാണെന്ന് കരക്കാരും കലാകാരരും ഒരുപോലെ പരിതപിക്കുന്നു. കഴിഞ്ഞ തലമുറയുടെ ഓർമ്മയിലെ പറയെടുപ്പല്ല ഇന്ന്. ബീക്കേണ്ട അത് പ്രാറ്റിട്ടല്ലിക്കണം. അത് 3 ചെണ്ട, 3 ഉരുട്ടിയുണ്ട, 2 ഇരത്താളം, കൊമ്പ് കുഴല്, സുറി, തിമില, തകില്. ഇത് കൊമ്പ് കുഴല് പറഞ്ഞല്ലോ. ഇത്രയും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ട്. നാട്ടിലൊക്കെ കൂടുതൽ മേളങ്ങളും അത് കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മേളങ്ങളുടെ എണ്ണം തന്നെ വളരെ കുറവാണ്. പണ്ട് വീക്ക് ചെണ്ട തന്നെ 3-4 എണ്ണം കാണും. പണ്ട് കാലത്ത് ഈ ജീവിത എഴുന്നള്ളത്ത് ഒരു കലാപരമായ പ്രവർത്തനം തന്നെയായിരുന്നു. മാങ്കുളത്തെ തിരുമേനിമാർ അവരിത് ഏതാണ്ട് ഒരു കഥകളി, കലയും, ഓട്ടംതുള്ളൽ തുടങ്ങിയ നമ്മുടെ നാടൻ കലകൾ അവതരിപ്പിക്കുന്ന അതേ ഭാവത്തോടുകൂടി താളത്തോടുകൂടി ഇത് അവതരിപ്പിച്ചിരുന്നു. പക്ഷേ ഇന്ന് അതൊരു യാന്ത്രികമായി പോകുന്നു. ഇവർ പരാമർശിക്കുന്ന യശശരീരനായ മാങ്കുളം കൃഷ്ണൻ നമ്പൂതിരി 1 പതിറ്റാണ്ട് മുമ്പ് ഇതേപ്പറ്റി പറഞ്ഞതുകൂടി കേൾക്കുക. എല്ലാവരും എഴുന്നള്ളിക്കുന്നു. അത് ചിലരുടെ എഴുന്നള്ളത്തിന് ഈ കാലുവെപ്പിൻ്റെയും ഭാവത്തിൻ്റെയും അഭയത്തിൻ്റെ മെയ്വഴക്കത്തിൻ്റെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് ചില ആളുകളുടെ എഴുന്നള്ളത്തിന് ആളുകൾ വളരെ അവർക്ക് ഇമ്പം തോന്നുക. അങ്ങനെ വരുമ്പോൾ ആളുകൾ അങ്ങ് കൂടിച്ചേരുക. ആത്മാർത്ഥതയുടെ പ്രഖ്യാപനം പോലെ 1996 മരണത്തിന് ഏതാനും മാസം മുൻപ് പ്രായം പോലും മറന്ന് അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ ജീവത തോളിലേറ്റുകയും ചെയ്തു. ജീവിത എഴുന്നള്ളത്തിൻ്റെ ഒരു പേര് പിടിച്ചത് മാങ്കുളത്തെ തിരുമേനി
ആയിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. വലിയ ആമ്പറയെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മയുടെ ഒക്കെ അച്ഛനെ അപ്പൂപ്പനെ പിന്നെ ഈ കീരിക്കാട്ട് എൻ്റെ അമ്മാവനായിരുന്നു രാഘവപ്പണിക്കരെന്ന് പറഞ്ഞ് വീക്കണ്ട കൂട്ടുന്ന വലിയ ആളായിരുന്നു. എൻ്റെ അച്ഛനെ കുഞ്ഞികൃഷ്ണമാരാരെന്ന് പറഞ്ഞ് ചണ്ടോട്ട് ഇവരെല്ലാം കൂടെ അങ്ങോട്ട് ചേർന്ന് തിരുമേനിയുമായി മാങ്കുളത്തെ തിരുമേനിമാരും ഒക്കെ കൂടി ചേർന്ന് ഒരു മേളം അങ്ങോട്ട് നടത്തിക്കഴിഞ്ഞാൽ അത്രയും ഒരു മേളവോ അതുപോലെ ഒരു എഴുന്നള്ളത്തോ ഇന്ന് കാണാനേ ഇല്ല. ഇന്ന് കാശിന് വേണ്ടി മാത്രം ഉള്ള ഒരു അന്ന് കാശല്ല, തൊഴിലിനോടൊരു പ്രത്യേക സ്നേഹം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഗുരുകുല സമ്പ്രദായത്തിലെ ശിക്ഷണം മുതൽ ക്ഷേത്ര കലാപാഠശാലകളിലെ പാഠ്യപദ്ധതിയിൽ ചേർക്കുന്നതടക്കമുള്ള നിരവധി നിർദ്ദേശങ്ങൾ ഇവർക്കുണ്ട്. ഉത്സവത്തിന് വിളിക്കുമ്പോഴെങ്കിലും താളവും ചുവടും അറിയുന്നവരെ മാത്രം പങ്കെടുപ്പിക്കാൻ കരക്കാർ തന്നെ നിഷ്കർഷ വയ്ക്കണം. എല്ലാ കലാമേന്മയോടും കൂടി പരിരക്ഷിച്ച് വിനോദസഞ്ചാരികൾക്കടക്കം കാണാവുന്ന ഒരു കലാരൂപമായി ഇതിനെ പ്രചാരം നൽകാനാകണം. ഈ നാടിൻ്റെ കലാരൂപത്തെ നഗരങ്ങളിൽ കെട്ടിയെഴുന്നള്ളിക്കാൻ അയക്കാതെ ഇവിടുത്തെ ഉത്സവങ്ങൾ ടൂറിസം കലണ്ടറുകളിൽ ചേർത്ത് സഞ്ചാരികളെ ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിയണം. കലാമേന്മ ഇനിയും ചോർന്നു പോകും മുമ്പ് ശാസ്ത്രീയമായി പകർത്തി ഇതിനെ ചരിത്രത്തിൻ്റെ ഈടുവയ്പ്പാക്കണം. അതെ, ചിത്രവും ശില്പവും ദാരുവിദ്യയും താളവും മേളവും ചുവടും ഭാവവും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം സമന്വയിക്കുന്ന ഈ ക്ഷേത്രകല ഒരു ദേശീയ സംസ്കാരം തന്നെയാണ്. ഇത് നമുക്ക് സംരക്ഷിക്കാം.